അസ്സലാമലൈക്കും. എന്തൊക്കെ മുത്തുമണികളെ, സുഖം തന്നെയല്ലേ? നമ്മൾ അൽഹംദുലില്ലാ അങ്ങനെ പോണു. ഒരെട്ടേ പത്തിൽ നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ ഇന്ന് പറയുന്ന വിഷയം തന്നെ എട്ടേ പത്തിൽ എന്ന് പറയുന്നതിന് അനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. കാരണം ആദ്യമൊക്കെ നമ്മൾ ഒരു റേഷൻ കടയിൽ പോയാലും ഒരു മാവേലി പോയാലും നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിരുന്നു. അത് സബ്സിഡി നിരക്കിൽ കിട്ടിയിരുന്നു. ഇന്ന് ഈ പറയുന്ന മാതിരി 13 ഇനം സാധനം ഉണ്ട് എന്ന് പറഞ്ഞാലും ചില സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് ബില്ല് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് മനസ്സിലാവും. കാരണം മാവേലി ആയിട്ട് മറ്റേ പുറത്തുള്ള കടയിൽ നിന്ന് വാങ്ങുന്നതായിട്ട് വലിയ മാറ്റങ്ങളൊന്നുമില്ല. എന്താണെന്ന് വെച്ചെങ്കിൽ ആദ്യം 5 കിലോ അരി നമുക്ക് സബ്സിഡി ഇനത്തിൽ 33 രൂപ വെച്ച് കിട്ടിയിരുന്നു. 23 ഉറുപ്പ്യായിരുന്നു. ഈ 23 ഉറുപ്പ്യ വെച്ച് നമുക്ക് 5 കിലോ അരി കിട്ടുമ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമായിരുന്നു. എന്താണെന്ന് വെച്ചെങ്കിൽ ഞങ്ങളടുത്തുള്ളവരും ഞങ്ങളും എല്ലാവരും ഞങ്ങൾ പോയി ഈ 5 കിലോ അരി വാങ്ങി റേഷൻ അരി വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏകദേശം ഒരു മാസത്തിനൊക്കെ ഞങ്ങൾക്ക് അരി തികഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ 4 കിലോ അരിക്ക് 33, 1 കിലോ അരിക്ക് 42, 43 ഇങ്ങനെയാണ്. അതിൻ്റെ പുറത്ത് ഈ 1 കിലോ അരിക്ക് GST കൂടി വരുന്നുണ്ട്. അതേമാതിരി നമ്മൾ ഓരോ സാധനങ്ങളും വാങ്ങിക്കഴിഞ്ഞാൽ പരിപ്പാകട്ടെ, പയറാകട്ടെ, കടലയാകട്ടെ, ഉഴുന്നാകട്ടെ, മുളകാകട്ടെ, മല്ലിയാകട്ടെ, മഞ്ഞളാകട്ടെ, എന്തിന് കടുക് പാക്കറ്റ് വാങ്ങിയാൽ വരെ അതിൽ നമുക്കൊരു GST വരുന്നുണ്ട്. ഈ GSTD നമ്മൾ ഇതിൻ്റെ വിലയും രണ്ടും കൂടി ഒത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പീടിയിൽ നിന്ന് വാങ്ങുന്ന സാധനത്തിൻ്റെ വിലയുള്ളൂ. അപ്പം നമ്മളിനി പാവങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് വേണ്ടി ആരാ പറയാനിറങ്ങുക? കുറേ ദിവസമായി ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറേ കാലമായി ഞാൻ ആലോചിക്കുന്നു. പിന്നെയും വേണ്ട നോക്കും. പിന്നെ നമ്മളെ ജീവിത സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സിലുള്ളത് ആരോടെങ്കിലും ഒന്ന് പറയണമല്ലോ. അങ്ങനെ കാരണം നമ്മളെ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഈ റേഷനരിയും ഈ മാവേലിത്തെ സാധനങ്ങളും ഒക്കെ വാങ്ങിക്കൊടുന്നുകൊണ്ട് ജീവിക്കണവർ. അല്ലാത്തവർക്ക് അത് ബാധകമല്ല. കാരണം അവർ മാവേലിക്ക് വരില്ല. റേഷൻ കടയിൽ നിന്ന് തന്നെ അരി വാങ്ങാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷേ നമുക്കൊന്നും റേഷൻ കടയിലത്തെ സാധനവും മാവേലിത്തെ സാധനവും വിട്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് അതിൻ്റെ വരുമാനമുള്ളൂ. നമ്മളൊക്കെ അങ്ങനത്തെ ജീവിക്കുന്ന ആൾക്കാർ. ഇനി മാവേലിയിൽ ഈ സബ്സിഡി സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ തന്നെ സബ്സിഡി സാധനമായിട്ട് മാത്രം നമുക്ക് തരില്ല. കാരണം നമ്മൾ സബ്സിഡി സാധനം എങ്ങനെയെങ്കിലും നമുക്ക് ജീവിച്ചു പോകണ്ടേ. അപ്പോൾ ഈ സബ്സിഡി സാധനം വാങ്ങാൻ കരുതിയിട്ടാണ് നമ്മൾ റേഷൻ കാർഡായിട്ട് മാവേലി പോണത്. പക്ഷേ ഈ മാവേലി ചെന്ന് നമ്മളെ സബ്സിഡി സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അടുത്തവർ പറയും ഈ സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾ കുറച്ചെടുക്കണം എന്ന് പറയും. മുളക് എടുക്കുകയും മല്ലി എടുക്കുകയും സോപ്പ് എടുക്കുകയും മറ്റതെടുക്കുകയും മറിച്ചതെടുക്കുകയും ഈ സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ നമ്മളോട് അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. ഞാനിത് പറയുന്നതുകൊണ്ട് ഇത് കാണുന്ന ആരും എന്നോട് ഇതാക്കണ്ട. കാരണം ഞങ്ങളൊക്കെ ജീവിക്കുന്ന അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. കാരണം നമ്മൾ ഒരു ഭരണത്തിനോ വേറുള്ളതിനോ നമ്മളൊരു എതിരല്ല. കാരണം നമുക്ക് ജീവിക്കേണ്ട ബുദ്ധിമുട്ട്, ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോണതാണ്. എന്നെ പോലെ പറയാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടം പോലെ വീട്ടമ്മമാരുണ്ടാവും. കാരണം ദാരിദ്ര്യത്തിൽ കഴിയുന്നവർ എല്ലാവരും പറയും ദാരിദ്ര്യമൊക്കെ പണ്ടായിരുന്നു, ഇപ്പോൾ ദാരിദ്ര്യം ഇല്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മളെ റേഷൻ സംവിധാനം, നമ്മളെ മാവേലി സംവിധാനമൊക്കെ മാറിയതോടുകൂടി ഏകദേശം കുറേ മനുഷ്യന്മാർക്ക് ദാരിദ്ര്യങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ആദ്യമൊക്കെ ഒരു റേഷൻ കാർഡിന് ഇത്ര കിലോ അരി എന്നായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ആൾക്ക് ഇത്ര കിലോ അരി എന്നാണ്. 8 കിലോ അരി ഒരു റേഷൻ കാർഡ്. എന്നെ സംബന്ധിച്ച് എൻ്റെ റേഷൻ കാർഡിന് 8 കിലോ അരിയാണുള്ളത്. 8 കിലോ അരിയും 2 പാക്കറ്റ് ആട്ടപ്പൊടി. ഈ 8 കിലോ അരി വാങ്ങിയാൽ ഞങ്ങൾ 2 ആൾ 30 ദിവസം ജീവിക്കുമോ? 8 കിലോ അരി എത്ര ദിവസത്തിനുണ്ടാവും നമുക്ക്? അതൊരു 3, 4, 5 കുട്ടികളൊക്കെ കുഞ്ഞു മക്കളൊക്കെ ഉള്ള കൂടിയിൽക്കും അതൊന്ന് ആ വീട്ടിലേക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾക്ക് വെച്ച് 5 ആളുണ്ടെങ്കിൽ അതിനാല് 24 കിലോ അരി. ഈ 24 കിലോ അരി ഉണ്ടെങ്കിൽ 5 ആൾ 6 ആളൊക്കെ ഉള്ള വീട്ടിൽ 30 ദിവസം ജീവിക്കുമോ? ഇനി എല്ലാതും മറ്റുള്ളവർ ഫ്രീ ആയിട്ട് തരട്ടെ എന്നല്ല ഞാൻ പറയുന്നത്. എല്ലാവരും മറ്റുള്ളവരെന്നെ തരട്ടെ എന്നിട്ട് നിങ്ങൾ ജീവിക്കും അങ്ങനെയാണ് ആഗ്രഹിക്കുന്ന ആരും ചോദിക്കേണ്ട. കാരണം അതല്ല ഞാൻ പറയുന്നത്. നമ്മളെ കുറേ വർഷങ്ങൾക്ക് മുമ്പേ എനിക്കൊക്കെ ഒരു 10-13 വയസ്സുള്ള സമയത്ത് ഞങ്ങൾ ഈ പറയുന്ന മാതിരി ഒരു 6-7 മക്കളും പാപ്പയും ഉമ്മയും ഒക്കെ അടങ്ങിയ ഞങ്ങളെ കുടുംബമായിരുന്നു. അന്നൊക്കെ നമുക്ക് പൈസ അല്ലാതെ തന്നെ
₹1 1 കിലോ അരിക്ക്. അങ്ങനെ വെച്ച് നമുക്ക് 10-30 കിലോ അരി അങ്ങനെ കിട്ടും. അല്ലാതെ നമുക്ക് ഈ പറയുന്ന മാതിരി തന്നെ പാവങ്ങളെ നോക്കിയിട്ട്, അത്രയും കഷ്ടപ്പെട്ട പാവങ്ങളെ നോക്കിയിട്ട് അവർ പച്ചരി ആയിട്ടും അല്ലാതെയുള്ള ഈ റേഷനായിട്ടുള്ള വേറെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തന്നിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മൾ ഈ റേഷനരി തന്നെ നമ്മളൊരു കടയിൽ നിന്ന് വാങ്ങണൽ പോലും ഇതേ റേഷനരി നമുക്ക് റേഷൻ കടയിൽ നിന്ന് 2 ആൾക്ക് 4 കിലോ വെച്ച് 8 കിലോ അരി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതേ അരി ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ 37 രൂപ 38 രൂപ 1 കിലോ അരിക്ക് നമുക്ക് കൊടുക്കണം. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി, 8 കിലോ അരി കൊണ്ട് 2 കിലോ ആട്ടപ്പൊടിയും കൊണ്ട് ഒരു കുടുംബം എത്ര ദിവസം ജീവിക്കും എന്ന് ആലോചിച്ച് നോക്കി. നമ്മളെപ്പോലത്തെ പാവപ്പെട്ടവരുടെ കാര്യം ഞാൻ പറയട്ടെ, അല്ലാത്തവർക്ക് പിന്നെ ഇതൊന്നും വേണ്ട. അവരൊക്കെ നല്ല സുലൈകാരി, ജയാരി, നല്ല സൂപ്പറായിട്ടുള്ള ആട്ടപ്പൊടികൾ, അങ്ങനത്തെ സാധനങ്ങൾ നല്ല കമ്പനിയുടെ അവർ വാങ്ങി തന്നു. അവർക്ക് അതിൻ്റെ കഴിവുണ്ട്. നമ്മളതിനെ പെട്ട് അസുഖം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് അതിൻ്റെ കഴിവുണ്ട്, അവർ വാങ്ങുന്നുണ്ട്, തിന്നുന്നുണ്ട്. പക്ഷെ നമ്മളെ പോലെയുള്ള നിത്യ തൊഴിലെടുത്ത് ജീവിക്കുന്ന ആൾക്കാർ ഞങ്ങളെ ഈ പ്രദേശത്തൊക്കെ ഞാൻ പറയുന്നില്ല, ഇഷ്ടം പോലെ തൊഴിലുറപ്പിന് പോയിട്ട് ജീവിക്കുന്ന കുടുംബങ്ങളാണ് നമ്മളെ ഈ ഭാഗത്ത് കൂടെ. അല്ലാന്നല്ല, നമ്മളെപ്പോലെ പാവങ്ങളെന്ന് പറയുന്നത് തൊഴിലുറപ്പിന് പോയിട്ട് ജീവിക്കുന്നത്. അത് തന്നെ 100 ദിവസത്തെ ജോലിയാണ് അവർക്ക് കിട്ടുന്നത്. ഈ 100 ദിവസത്തെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ കുടുംബങ്ങൾ ഒക്കെ വയസ്സായും വയ്യാത്തയും അങ്ങനത്തെ ഒക്കെ ഉള്ള കുടുംബങ്ങൾ, വയ്യാത്ത മക്കളുള്ളത്, ആക്സിഡൻ്റായ മക്കൾ, അങ്ങനെയൊക്കെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി തന്നെയാണ് തൊഴിലുറപ്പ് തുടങ്ങിയത്. അത് ശരി തന്നെയാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ഒരു തൊഴിൽ തന്നെ ഈ ഒരവസ്ഥയിൽ നമ്മൾക്കൊരു 150 ദിവസമോ അല്ലെങ്കിൽ ഒരു 200 ദിവസമൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ 365 ദിവസത്തിൽ ഒരു 200 ദിവസത്തെ തൊഴിലെങ്കിലും ഈ പാവങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയെങ്കിലും ഐറ്റങ്ങൾക്ക് ഈ അരി വാങ്ങിച്ച് കഴിക്കുക, ജീവിക്കുക. ഇത് റേഷനരിയുടെ കോലം എങ്ങനെയാണ്, മറ്റേ മാവേലിയുടെ രൂപം എങ്ങനെയാണ്, തൊഴിലിൻ്റെ കോലം എങ്ങനെയാണ് നമ്മളെപ്പോലുള്ള പാവങ്ങൾ ജീവിച്ചു പോവുക? കാരണം അവരൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ള ഇതാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമല്ല പറയുന്നത്, എല്ലാ തൊഴിലുറപ്പിന് പോകുന്ന ആൾക്കാരും പറയുന്നതാണ്. നമുക്കൊരു 200 ദിവസത്തെ പണി വേണ്ട, ഒരു 150 ദിവസത്തെ ജോലിയെങ്കിലും അവർ തന്നിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ജീവിക്കായിരുന്നു എന്ന്. പക്ഷെ അതും ഇല്ലാതെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് കൊണ്ടുവന്ന ഒരു തൊഴിൽ വെറും 100 ദിവസമാക്കി. എന്നാൽ 200 ദിവസത്തെ വരെ തൊഴിൽ കൊടുത്ത സ്ഥലങ്ങളുണ്ട്. ഇത് 200 ദിവസത്തെ തൊഴിൽ കൊടുത്ത സ്ഥലങ്ങളുണ്ട്, അത് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം അതേമാതിരി നമ്മുടെ നാട്ടിൽ ചെയ്യാവുന്നവർ ചെയ്തോട്ടെ. ബുക്കെടുത്ത് ഇഷ്ടംപോലെ ആളുകൾ ജോലിക്ക് പോകാതിരിക്കുന്നുണ്ട്. അപ്പം ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നൊരു നിയമം വരികയാണെങ്കിൽ നമുക്ക് എത്ര സുഖമായിരുന്നു. കാരണം 100 ദിവസമോ 200 ദിവസമോ ചെയ്യുന്നവർക്ക് ചെയ്യാം. കാരണം അങ്ങനെയുള്ളൊരു തൊഴിൽ ദിനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നവർക്ക് ചെയ്യാം, ചെയ്യാത്തവർ ചെയ്യണ്ട. അങ്ങനെ കൊടുത്തൂടെ? ഞാൻ എല്ലാവരോടും കൂടി ആയിട്ട് പറയണം. കാരണം ഞങ്ങളൊക്കെ അതിന് എത്രയോ വട്ടം സമരത്തിന് പോയവരാണ്, സമരം ചെയ്തവരാണ്, ഇപ്പോഴും അതിനുവേണ്ടി സമരത്തിന് അവരെ കൂടെ പോകുന്നവരാണ്. അപ്പോൾ ദയവ് ചെയ്തിട്ട് പാവങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഇതിന് ഇറങ്ങണം. കാരണം ഒരുപാട് ആൾക്കാർ മീറ്റിങ്ങും അതും ഇതും സമരമൊക്കെ വെച്ച് മുന്നോട്ട് കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള കഷ്ടപ്പാട് കൊണ്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടും അനുഭവം വെച്ചിട്ടൊക്കെയാണ് ഞാൻ പറയുന്നത്. കൂടുതലൊന്നും പറയില്ല. അപ്പം തന്നെ 8-8.5 മിനിറ്റോളായി. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക, പൊറുക്കുക. നമ്മളെ ജീവിത സാഹചര്യം വെച്ച് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം. ആയുസ്സോടെ ഉണ്ടെങ്കിൽ.